Hello guys, welcome back to my YouTube channel. 555 Angel Tarot Card Reading മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവരും പോസിറ്റീവായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നത് ഇതൊക്കെയാണോ? ഈ വ്യക്തിയുടെ യഥാർത്ഥ മനസ്സറിയാം. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഹിഡൻ എനർജീസും, അതായത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് മറച്ചു വെച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായത് മറച്ചു വെച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ പോലും അറിയാത്ത കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം. എന്താണെങ്കിലും നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ, ഈ പേഴ്സന്റെ ടോട്ടൽ ആയിട്ടുള്ള ചിന്തകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ലവ് മെസ്സേജ് ആണ് കിട്ടിയിട്ടുള്ളത്. ഐ മെസ്ഡ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ് എന്നാണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരുപാട് മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്നും മാറ്റിക്കളഞ്ഞു, അല്ലെങ്കിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ ആസ്വദിക്കാമായിരുന്നു. പക്ഷേ ഈ പേഴ്സൺ അതൊന്നും ആസ്വദിക്കാതെ പിറകിലേക്ക് പോയ, അല്ലെങ്കിൽ അതൊന്നും ആസ്വദിക്കാതെ അവിടെ എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവിടെ എല്ലാം വാശി കാണിക്കുകയും ദേഷ്യം കാണിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരുപാട് ഈ പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഈ പേഴ്സൺ ചിന്തിക്കാതെ, അതിനെക്കുറിച്ചൊന്നും ഈ പേഴ്സൺ ആസ്വദിക്കാതെ, ആ നല്ല നല്ല നിമിഷങ്ങളൊന്നും ആസ്വദിക്കാതെ പ്രശ്നങ്ങളാണ് ഈ വ്യക്തി ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ഈ വ്യക്തി ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ എന്താ പറയാ, നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ പശ്ചാത്തപിക്കുന്നുണ്ട്. അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. നല്ല രീതിയിൽ ഈ പേഴ്സൺ പശ്ചാത്തപിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യത്തെ ഒരു കാർഡായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ സെക്കൻഡ് കാർഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡു ഇറ്റ് ഫോർ യു എന്നാണ്. അതായത് ഈ പേഴ്സൺ വളരെയധികം മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് പോലും പ്രാധാന്യം നൽകാതെ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് കൂട്ടുകാരിക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്കായിരിക്കാം. ഈ സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഇന്നേ വരെ ഒരു കാര്യം ചെയ്തിട്ടില്ല. സ്വന്തമായിട്ട്, അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിന് വേണ്ടി, സ്വന്തം സന്തോഷത്തിന് വേണ്ടി ഈ പേഴ്സൺ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ഒരു ജീവിതത്തിനെ കുറിച്ചാണ്. മനസ്സിലായോ? അതാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പേഴ്സണ് മനസാക്ഷി ചോദിക്കുന്നുണ്ട് ഈ പേഴ്സണോട്, നീ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്, അതായത് നിങ്ങൾക്ക് വേണ്ടി ഈ പേഴ്സൺ എന്താണ് ചെയ്തത് എന്നുള്ളത് മനസാക്ഷി ഈ വ്യക്തിയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ചോദ്യത്തിന്റെ മുന്നിൽ ഈ വ്യക്തിക്ക് ഉത്തരമില്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ മറ്റു പല കാര്യങ്ങൾക്ക് പോവുകയും മറ്റു പലവർക്കും പ്രാധാന്യം കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന ഒരു തിരിച്ചറിവെന്ന് പറയുന്നത് സ്വന്തമായിട്ട് പ്രാധാന്യം നൽകണം, സ്വന്തം കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, നിങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകണം, നിങ്ങളെയും കൂടി കൂടെ കൂട്ടണം. ഈ ഒരു എനർജിയാണ് ഈ പേഴ്സണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പറയുകയാണെങ്കിൽ ക്ലിയർ യുവർ മൈൻഡ് ആണ്. ലാസ്റ്റ് ക്വാർട്ടർ മ്യൂണിൻ ജെമിനൈ ആണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ ലാസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ലാസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്.
അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മനസ്സ് ക്ലിയർ ആക്കി എടുക്കണമെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. മനസ്സ് ക്ലിയർ ആക്കി എടുക്കുക എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ഒരുപാട് ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് മനസ്സിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗോൾ ഇല്ലാതെ, ഒരു ലക്ഷ്യമില്ലാതെ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരാഗ്രഹമില്ലാതെ, അഭിപ്രായമില്ലാതെ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ടോക്സിസിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതായത് ഒരുപാട് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, അല്ലെങ്കിൽ ഒരുപാട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ചിന്തകൾ, തീരുമാനങ്ങൾ, വ്യക്തികൾ, അഭിപ്രായങ്ങൾ എന്നിങ്ങനെയുള്ള ഒരുപാട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മനസ്സ് ക്ലിയർ ചെയ്യാനും മനസ്സ് അതിൻ്റെതായിട്ടുള്ള പരിശുദ്ധതയിൽ എത്തിച്ചു കൊണ്ടുവരാനുമാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. കാരണം മനസ്സ് ഇങ്ങനെ അഴുക്കാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിട്ട് എന്താ കാര്യം? മനസ്സ് വൃത്തിയായും ശുചിത്വത്തോടു കൂടിയും ശുദ്ധിയായും സൂക്ഷിക്കണം. അതിന് അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങൾ വേണ്ട, അനാവശ്യമായിട്ടുള്ള വ്യക്തികൾ വേണ്ട, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വേണ്ട. ഈ ഒരു മെന്റാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇതെല്ലാം പോസിറ്റീവായിട്ട് ബാധിക്കാൻ പോകുന്നത് നിങ്ങളെ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ റിലീസ് യുവർ ബ്ലോക്സ് എന്നാണ്. അതായത് ഈ പേഴ്സണ് ഇത് തുടക്കമായിട്ടാണ്, ഫസ്റ്റ് ക്വാർട്ടർ, ചന്ദ്രന്റെ ആദ്യ പാദത്തെയാണ് സൂചിപ്പിക്കുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, വാട്ടർ സൈൻ ആണ്. അതായത് റിലീസ് യുവർ ബ്ലോക്സ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങളിൽ ഈ പേഴ്സന്റെ മനസ്സ് വെച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരുപാട് കണ്ടീഷൻസ് ആണ്. ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ലേ. അപ്പൊ നമ്മൾ പറയില്ലേ അന്ധവിശ്വാസം, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകള്, തെറ്റായ തീരുമാനങ്ങള്, അല്ലെങ്കിൽ നേരായിട്ട് ഒരു കാര്യവും ചിന്തിക്കത്തില്ല, എല്ലാ കാര്യവും വളഞ്ഞ വഴിയിലേ ചിന്തിക്കത്തുള്ളൂ. അപ്പൊ അത് ഒരു പരിധി വരെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ അത് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്സ് നല്ല രീതിയിൽ റിലീസ് ചെയ്യാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലായിക്കോട്ടെ എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത്, എന്തൊക്കെ ബ്ലോക്കുകളാണുള്ളത്, അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഐ ആം ട്രൈയിങ് ടു മൂവ് ഓൺ, ന്യൂ ചാപ്റ്റർ, പുതിയ തുടക്കത്തെയാണ്, പുതിയ പാഠത്തെയാണ് സൂചിപ്പിക്കുന്നത്. യെസ്, ഐ ആം ട്രൈയിങ് ടു മൂവ് ഓൺ. അതെ, പഴയ കാര്യങ്ങൾ, പഴയ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പഴയ വ്യക്തികൾ, അപ്പോൾ അവരുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് പുതിയൊരു പാഠത്തിലേക്ക് നീങ്ങുന്ന ഒരു വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ന്യൂ ചാപ്റ്റർ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു എനർജിയിലേക്ക് വന്നു ചേരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ആൻഡ് ഓൾസോ ദ ഓപ്പൺനെസ്, അതായത് നിങ്ങളുമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കണമെന്ന് ഒരുപാട് കാലത്തെ ഈ വ്യക്തിയുടെ ആഗ്രഹമാണ്. ഓക്കെ, നിങ്ങളുമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കണം, നിങ്ങളുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം. കാരണം ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സൺ പറയാതെ മറച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ അടുത്ത് നിന്നും മറച്ചു പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കണമെന്നും നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, തെറ്റിദ്ധാരണകളുണ്ട്, അതൊക്കെ സംസാരിച്ച് പരിഹരിക്കണമെന്നും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണമെന്നുമാണ് ഈ പേഴ്സൺ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ ഒരു എനർജി എന്ന് പറയുന്നത് മനസ്സ് തുറന്ന് സംസാരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന കാര്യത്തിൽ ഈ വ്യക്തി ഒരുപക്ഷെ പുറകോട്ടായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഈ വ്യക്തി അതിനോട് താല്പര്യപ്പെടുന്നില്ലായിരിക്കാം.
ഇപ്പൊ നിങ്ങൾ മനസ്സ് തുറക്കുന്ന കാര്യം പറയുമ്പോൾ മനസ്സ് തുറക്കാം, മനസ്സ് തുറന്ന് സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ അതിനോട് താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഓപ്പൺ മൈൻഡഡ് ആകണം, മനസ്സ് തുറക്കണം എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ഓൾസോ നമുക്ക് ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. വാവ്, ഗോഡസ് ലക്ഷ്മീനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ലക്ഷ്മി ദേവിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്ന ഒരു ദേവതയാണ് ലക്ഷ്മി ദേവി. അത് സമ്പത്തായിക്കോട്ടെ, ഐശ്വര്യമായിക്കോട്ടെ, നിറവായിക്കോട്ടെ, പ്രണയമായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും ഒരു ഫുൾഫിൽനെസ് കൊണ്ടുവരുന്ന ഒരു ദൈവമാണ്, ഒരു ദേവിയാണ്, ഗോഡസ് ആണ് ലക്ഷ്മി ദേവി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ ലക്ഷ്മി ദേവിനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം. ലക്ഷ്മി പരമായിട്ടുള്ള റിച്വൽസ്, മഹാലക്ഷ്മി റിച്വൽസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. പ്രാർത്ഥനകൾ, പൂജകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു താന്ത്രിക വിദ്യകളൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ സ്തോത്രങ്ങൾ, അതായത് സഹസ്രനാമം, സ്തോത്രങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജപിക്കുന്നവരായിരിക്കാം. നമുക്ക് ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് നല്ലതായിട്ട് കാണിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കോളൂ എന്നാണ് ദേവി പറയുന്നത്. ഓക്കെ, അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ, ദേവി നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദേവിമാരെയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും, എത്രത്തോളം ദൈവത്തിന്റെ പ്രസൻസ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത്. ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ സെലിബ്രേഷൻ ആണ്. ഒരു മനോഹരമായിട്ടുള്ള വീട് ആൻഡ് ഓൾസോ ഒരു പാർട്ടി നടക്കുകയാണ്. അതിൽ ഒരു സ്ത്രീയും പുരുഷനും നിന്നുകൊണ്ട് നൃത്തം ചെയ്യുന്നു. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു സെലിബ്രേഷൻ കാർഡാണിത്. 4 ഓഫ് വോൺസ് ആണ്. അപ്പോൾ സോ മച്ച് ടു സെലിബ്രേഷൻ. സെൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ദ ഡിവൈൻ ആൻഡ് ദ ഏഞ്ചൽസ് ഫോർ ദ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി കമ്മിങ് ടു യു. യെസ്, ഒരു കമ്മിറ്റ്മെന്റ് ആണ്, ഒരു സന്തോഷമാണ്, വിജയമാണ്, സ്വാതന്ത്ര്യമാണ്, നിറവാണ്. സെലിബ്രേഷനെയാണ് ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു സെലിബ്രേഷൻ, നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ആഘോഷം, അതിനെ കുറിച്ചിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ആഘോഷിക്കുന്നതും സെലിബ്രേറ്റ് ചെയ്യുന്നതും മറ്റുള്ളവരുടെ മുന്നിൽ വളരെ മനോഹരമായി നിൽക്കുന്നതും കപ്പിൾസ് ആയിട്ടൊക്കെ നിൽക്കുന്നതായിട്ടാണ് ഈ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.